بسم الله الرحمن الرحيم बादशाह वो कौन है अल्लाह मेहरबा वो कौन है अल्लाह क्या ऊंची शान है अल्लाह उसकी सब निशान है अल्लाह सब दिलों की जान है अल्लाह السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا شفيع المذنبين خذ بيدي قلت حيلتي أدركني يا حبيب الله يا خير من دفنت بالقاع أعظمه فأطاب من طيبهن للقاع واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. ഒന്നരായ ഉസ്താദുമാർ, സ്നേഹമുള്ള മുതഅല്ലിമീങ്ങൾ, നാട്ടിലെ കാരവന്മാർ, അവൻ പൊരുത്തപ്പെടുന്നവരിൽ പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ രോഗങ്ങൾ അല്ലാഹു ശഫിയാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘമായി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ദീർഘിച്ച് സംസാരിക്കുകയില്ല. നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രസംഗം നിർത്തുകയും വേണം. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അല്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനെന്റെ പ്രസംഗം നിർത്തുന്നതാണ്. അല്ലാഹു തആല അവന്റെ ദീനിന്റെ മക്കൾക്ക് പ്രത്യേകമായ പദവികളും ദറജകളും കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ വെച്ചിട്ടുമുണ്ട്. അവന്റെ ദീന് കൊണ്ട് കളിച്ച ആളുകളെ അല്ലാഹു പലപ്പോഴും ദുനിയാവിൽ വെച്ച് പാഠം പഠിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചെറിയ സൂചന എന്ന നിലക്ക് ഞങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി. ധാരാളം ആളുകൾ പരിശുദ്ധമായ കഅബത്തിന്റെ കില്ല പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഹാജിമാർ വരെ നാടിന്റെ പല ഭാഗങ്ങളിലും റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട്, പരിശുദ്ധ ദീനിനെ മറന്നുകൊണ്ട് പല രൂപത്തിലുമുള്ള വസ്തുതകളും നടക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അതിൽ പ്രത്യേകിച്ച് വിവാഹം കഴിച്ചവരുടെ ജീവിതത്തിൽ നിന്ന് ചിലത് അടർത്തിയെടുത്തുകൊണ്ട് സംസാരിക്കുക. ഇത് പറയുമ്പോ
വളരെ വേദനാജനകമായ രംഗമാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് നമ്മളൊക്കെ കണ്ടുവരുന്നത്. അല്ലാഹു തആല വളരെ സന്തോഷിച്ച ഒരു ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് നിക്കാഹിന്റെ ദിവസം. ആ ദിവസത്തിൽ എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു സുദിനം തന്നെയാണ്. കാരണം നബി തങ്ങളുടെ ഉമ്മത്തിൽ പെരുപ്പിക്കാനുള്ള ഒരു വാസിത അല്ലെങ്കിൽ ഒരു ത്വരീഖ്, ഒരു വടി എന്ന് പറയാം. നേരെ മറിച്ച് അന്നത്തെ ദിവസത്തിൽ തന്നെ ഇന്ന് നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേണ്ടാത്ത വൃത്തികേടുകൾ കാണുമ്പോ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കൽബ് പൊട്ടി, റബ്ബേ ദീൻ എവിടെയാണ് എത്തുന്നത്, ഇസ്ലാം എവിടെയാണ് എത്തുന്നത്, പരിശുദ്ധമായ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, പൊന്നുനബിക്ക് സലാം ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച ആളുകളുടെ വീടുകളിൽ പൊന്നുമകളെ കഅബത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് ദുആ ചെയ്ത് ഒരു വിവാഹത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു നിക്കാഹിന്റെ അവസ്ഥയിലേക്ക് എത്താനും സാഹചര്യമൊക്കാനും ഒക്കെ ദുആ ചെയ്ത് അല്ലാഹു തൗഫീഖ് കൊടുത്തു. പക്ഷെ അന്ന് നടക്കുന്ന വേണ്ടാത്തരങ്ങൾ മറ്റു രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് അത്രത്തോളം കാണാനില്ല, മറ്റു നാടുകൾ നടക്കുന്ന വേണ്ടാവൃത്തികേടുകൾ കാണുമ്പോ മുസ്ലിമിന്റെ കൽബ്, മനസ്സ് പൊട്ടുകയാണ്. അവിടെയാണ് ഇന്ന് നമ്മളൊക്കെ കണ്ടുവരുന്നത്. ഒരു കലിമ രണ്ടു മൂന്ന് കലിമ കൊണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് കാണലും സംസാരിക്കലും തൊട്ടുപോകലും എല്ലാം നിഷിദ്ധമാണ്, പാടില്ല. പക്ഷെ രണ്ടു മൂന്ന് കലിമ കൊണ്ട് അല്ലാഹു എല്ലാം അനുവദിച്ചു, പടച്ച റബ്ബ് എല്ലാം തന്നെ അനുവദിച്ചു. ആ വലിയ രംഗം ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്താണ് ഒരുപാട് ഹറാമുകൾ, ധാരാളം തെറ്റുകൾ. പക്ഷേ മിണ്ടാൻ ഹാജിമാർക്ക് പോലും മനസ്സില്ല. ഹാജിമാരുടെ നാവടക്കി വെക്കുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ സംസാരിക്കുന്നത്, നമുക്ക് സമയത്തിന് പരിധിയുണ്ട്. ആ സമയത്തിന്റെ പരിധി കടക്കിലെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന, മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മറക്കരുത് എന്ന ആ നിയ്യത്തുമായി തന്നെ ഇവിടെ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഭാഗത്ത് ഭാര്യമാരൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മടിയില്ലാതെ, പണ്ടുകാലത്ത് പള്ളിയുടെ മുന്നിലൊക്കെ ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു പെണ്ണ് നടക്കുമ്പോ കൊട ചൂടിപ്പോകും. അതല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് ആളുകളെ കൊണ്ടാവുമ്പോ അതിലൂടെ പോകില്ല, വല്ലാത്ത മടിയായിരിക്കും. ഇപ്പൊ ആളുകളുണ്ടെങ്കിൽ വല്ലാത്തൊരു ആവേശം. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ പള്ളിമുറ്റത്തിലൂടെ നടക്കാനും അതുപോലെ തന്നെ എങ്ങോട്ട് പോകാനും ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. ഭർത്താവിന്റെ അനുജന്റെ കൂടെ ബൈക്കിൽ പറ്റിപ്പിടിച്ച് യാത്ര പോകാനും യാത്ര തിരിക്കാനും അതൊരാവേശമായി കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുകയില്ല. ഗൾഫ് നാടുകളിലേക്ക് സ്വന്തം ഭാര്യയെ മറ്റൊരുത്തരുടെ കൂടെ ഗൾഫിലേക്ക് പറഞ്ഞുവിടുമ്പോ ബഹ്റൈനിലും ഖത്തറിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലുമൊക്കെ തങ്ങിയിട്ട് 10, 15, 16 മണിക്കൂറൊക്കെ കഴിഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും പലതും പല വൃത്തികേടുകളും എന്ന് വേണ്ട ഏതൊക്കെയോ ആളുകളെ ചങ്ങാതിത്വത്തിന് കൂട്ടുപിടിച്ചു. ഫോണിന്റെ ഉള്ളിൽ പല നമ്പറുകളും സ്ഥലം പിടിച്ചുപോയി. ഇത് ഭർത്താവിന് നോക്കാനും ഭർത്താവിന് ചിന്തിക്കാനും സമയമില്ല. ഏതോ ഒരുത്തന്റെ കൂടെ സ്വന്തം ഭാര്യയെ ഗൾഫിലേക്ക് പറഞ്ഞുവിടാൻ മടി കാണിക്കാത്തൊരു ലോകം. പെണ്ണിന് ലക്ഷ്യമുണ്ടോ? ഇല്ല. പറഞ്ഞുവിടുന്ന ഭർത്താവിന് എന്നോട് എന്റെ റബ്ബ് ചോദിക്കുമെന്നുള്ള പേടിയോ ഭർത്താവിന് തീരെയുമില്ല. അല്ലാഹുവിന്റെ അരികിൽ ഈ മനുഷ്യൻ എത്രമാത്രം കൈവിരൽ കടിക്കേണ്ടി വരും ഞാൻ എന്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്.
10 വിരലുകൾ കടിച്ചുകൊണ്ട് അല്ലാഹ് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന് സ്വന്തം ഭാര്യ എന്ന് പറയുമ്പോ നിലവിളിക്കുന്ന ഭർത്താവിനെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കേണ്ടതുണ്ട്.